നീ ആകെ ഡെസ്പായല്ലോ. അതോ ടെൻഷനാണോ? അറിയില്ല. ഏതായാലും ഞാനിപ്പോ നോർമൽ അല്ല, അതെനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. കറക്റ്റ്. ഇന്ന് നിനക്കും കല്യാണിക്കും ജീവിതത്തിൽ മറക്കാനാവാത്തൊരു ദിവസം ആട്ടെ എന്നും പറഞ്ഞ് ഇന്നലെ ഞാൻ പോയപ്പോ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല. ഇറ്റ്സ് ഷോക്കിംഗ്. സാധാരണ ഒരു കുടുംബത്തിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാറില്ല. പിന്നെ തൃച്ചംബരം ഫാമിലിയുടെ കാര്യമല്ലേ, ആചാരങ്ങൾക്ക് കീഴ്വഴക്കങ്ങൾക്കൊന്നും യാതൊരു പഞ്ഞവും ഇല്ലല്ലോ. എന്നാലും ഈ സത്യപ്രമാണ വ്രതമൊന്നും തപസ്സെന്നൊക്കെ പറഞ്ഞ അതൊരൽപ്പം കടന്നു പോയില്ലെന്നാ എൻ്റെ ഒരു സംശയം. അതും നാട്ടുംപുറത്തുകാരി കല്യാണി അത് ചെയ്യുമ്പോ. ശരിയാ, കല്യാണി ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. ഇന്നലെ രാത്രി നാളെ അനുകൂലമായൊരു മറുപടി തന്നില്ലെങ്കിൽ ആരും പ്രതീക്ഷിക്കാത്തൊരു തീരുമാനം ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ കല്യാണിയുടെ അടുത്ത് നിന്ന് ഞാൻ പിരിഞ്ഞത്. പക്ഷേ എല്ലാവരുടെ പ്രതീക്ഷയും തെറ്റിക്കുന്നൊരു തീരുമാനത്തിലേക്ക് കല്യാണി എത്തിച്ചേർന്നത്. ഈ സത്യപ്രമാണ വ്രതം കഠിനമാണെന്നല്ലേ അമ്മ പറഞ്ഞത്? ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കാം. കല്യാണി എന്തിനാ ജീവൻ വരെ പണയം വെച്ച് ഇങ്ങനെ ഒരു വ്രതം എടുക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഏയ്, നീ വിഷമിക്കണ്ട. കല്യാണിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇൻഫാക്ട് കല്യാണി നിനക്ക് വേണ്ടി ഈ വ്രതം എടുക്കുന്നതെന്ന് ഞാൻ പറയും. അവൾ വളരെ ബുദ്ധിപരമായിട്ടാ കാര്യങ്ങൾ ചെയ്യുന്നത്, നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറം. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അവളുടെ എന്ത് ബുദ്ധിയാ ഇതിപ്പോ? നോക്കു മച്ചു, നീ കല്യാണിയോട് അവൾ അനുകൂലമായ ഒരു മറുപടി പറഞ്ഞില്ലെങ്കിൽ കഠിനമായ ഒരു തീരുമാനത്തിലേക്ക് നീ പോവെന്ന് പറഞ്ഞല്ലേ അവസാനം പിരിഞ്ഞത്? അതെ, അതിന് ഒരുപക്ഷെ നീ കല്യാണിയെ നിനക്ക് ഇഷ്ടമാണ്, വിവാഹം കഴിക്കണമെന്നെങ്ങാനും അമ്മയോട് ചെന്ന് പറഞ്ഞാ പിന്നെ എന്തായിരിക്കും സംഭവിക്കാന്ന് കല്യാണി ഭയന്നിട്ടുണ്ടാവും. അഖിലാണ്ടേശ്വരി അത് എതിർക്കുമെന്ന് മാത്രമല്ല, ചിലപ്പോൾ ഡ്രൈവർ ദാസിനെയും കുടുംബത്തെയും ഒന്നോടെ നാട് കടത്തുകയും ചെയ്തെന്നിരിക്കും. അതുകൊണ്ട് ആ പ്രശ്നത്തിന് ബുദ്ധിപരമായ ഒരു പരിഹാരം കാണാനാ അവൾ ഈ വ്രതം എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോഴും നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവളുടെ എന്ത് ബുദ്ധിപരമായ പരിഹാരം? എടാ പൊട്ടാ, നിന്റെ അമ്മയുടെ സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാലോ. പാരമ്പര്യത്തിലും അന്ധവിശ്വാസത്തിലും മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ആളാ. അങ്ങനെയുള്ള ഒരാളോട് ഇത്ര കഠിനമായ സത്യപ്രമാണ വ്രതം 3 ദിവസം എടുത്ത് പൂർത്തിയാക്കി വരമായിട്ട് നിന്നെ കെട്ടിച്ചേരണമെന്ന് കല്യാണി ആവശ്യപ്പെട്ട എങ്ങനെയിരിക്കും? അഖിലാന്റിക്ക് വരം സാധിച്ചു കൊടുത്തല്ലേ പറ്റൂ. അതാണ് ഈ പറയുന്ന സത്യപ്രമാണ വ്രതത്തിന്റെ നിയമം. മച്ചു, അതുകൊണ്ട് കല്യാണിയുടെ വ്രതത്തെക്കുറിച്ച് ഓർത്ത് വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഇത് കാര്യങ്ങളൊക്കെ ഭംഗിയാക്കാനുള്ള വ്രതമാ. ശുഭസ്യ ശീഘ്രം എന്ന് കണ്ടാ മതി. സാർ, ടിഫിൻ. അവിടെ ടീപ്പോയിൽ വെച്ചേക്ക്. ശരി. ആനന്ദ, നീ എന്തായി ചെയ്യുന്നത്? ആഹാരം കഴിക്കാതെ ഒളിപ്പിച്ചുകൊണ്ട് വെക്കുന്നു. യെസ്, കല്യാണി ജലപാനം പോലും ഇല്ലാതെ വ്രതം എടുക്കുമ്പോ ഞാൻ എങ്ങനെയാ ടിഫിൻ കഴിക്കുന്നത്? കല്യാണിയുടെ വ്രതം അവസാനിക്കുന്നതുവരെ ഇനി ഞാനും ഒന്നും കഴിക്കില്ലെന്നാ തീരുമാനിച്ചിരിക്കുന്നത്. ആഹാരം ഇറങ്ങില്ല, അതാ സത്യം. ബെസ്റ്റ്. നീ തൃച്ചംബരത്തെ സന്തതി തന്നെ. കല്യാണി പുറത്ത് വ്രതം അനുഷ്ഠിക്കുമ്പോ നീ ഇവിടെ ആരും അറിയാതെ അജ്ഞാത വ്രതത്തിലും. അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ സുജാതയോട് ടിഫിൻ വെച്ചിട്ട് പോകാൻ പറഞ്ഞതിന് വേണ്ടെന്നങ്ങ് പറഞ്ഞുകൂടായിരുന്നോ? വെറുതെ ഫുഡ് വേസ്റ്റ് ആക്കാൻ. ഏയ്, അതിലൊരു കുഴപ്പമുണ്ട്. ഞാൻ ടിഫിൻ വേണ്ടെന്നും പറഞ്ഞ് മടക്കി അയച്ച ആ വിവരം അമ്മ അറിയും. ഓ, അപ്പൊ പിന്നെ ചോദ്യങ്ങളാവും. വല്ലാത്ത പൊല്ലാപ്പ അത്. ശരി ശരി, നീ ഇപ്പൊ ബുദ്ധിപരമായി ചിന്തിച്ചു തുടങ്ങി.
ഏതായാലും ഇതെല്ലാം നല്ലൊരു പ്രണയ സാക്ഷാത്കരിക്കാനാണല്ലോ എന്ന് ഓർക്കുമ്പോഴാ ഒരു സന്തോഷം. ഇത്തവണ കാര്യങ്ങൾ ഉറപ്പായി നടക്കും ആനന്ദ്. കല്യാണി ആനന്ദിനുള്ളത് തന്നെ ഇപ്പൊ എനിക്കത് തീർച്ചയായി. ഓൾ ദി വെരി ബെസ്റ്റ്. ഞാൻ ഇറങ്ങുക. ശരി. എന്തു പറ്റി ആന്റി? എന്താ ഇത്ര കാര്യമായിട്ട് ആലോചിക്കുന്നേ? അവളെടുക്കുന്ന ആ വ്രതം ഉണ്ടല്ലോ, സത്യപ്രമാണ വ്രതം, അത് എങ്ങനെ മുടക്കാന്നാ ഞാൻ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ നാളെ അവള് ഗോൾ അടിച്ച് സ്റ്റാർ ആവുന്ന കാര്യം ഉറപ്പാ. അതെ അതെ, അവൾ ഉഗ്ര നമ്പറല്ലേ ഇറക്കിയിരിക്കുന്നത്. പേരും കള്ളി. അവളുടെ 3 ദിവസത്തെ വ്രതത്തിന് ആരും ഒരു തടസ്സം ഉണ്ടാക്കരുതെന്നല്ലേ അഖിലാന്റി പറഞ്ഞിരിക്കുന്നത്? ആന്റി ഇത് മറന്നുപോയോ? അതിനെ ആ അഖില പറഞ്ഞത് വേദവാക്യമായിട്ടെടുത്ത് തലയിൽ വെക്കാൻ ഞാൻ ആ അടുക്കളക്കാരി കല്യാണിയൊന്നും അല്ലല്ലോ. നിനക്കറിയോ, ഈ വൃത്തികെട്ടവൾ ഇപ്പോഴീ എടുത്ത് കളിച്ചിരിക്കുന്നത് കോഴിക്കടകൻ പ്രയോഗ. അവൾ ഈ വ്രതം പൂർത്തിയാക്കിയാൽ ആനന്ദിന് ഭർത്താവായി വേണമെന്ന വരമായിരിക്കും ചോദിക്കാൻ പോകുന്നത്. അഖിലാണ്ടേശ്വരിക്ക് അത് സാധിച്ചു കൊടുത്തേ പറ്റൂ. എന്റെ അമ്മോ, ആന്റി എന്താ ഈ പറയുന്നേ? കല്യാണി ആനന്ദേട്ടന് വേണോന്ന് വരം ചോദിച്ചാ അഖിലാണ്ടേശ്വരി അത് സാധിച്ചു കൊടുക്കുന്നോ? ആജന്മ ശത്രുവായ നാഗമഠത്തില്ലത്തിലെ ആദിത്യവർമ്മയ്ക്ക് വ്രതമെടുക്കാൻ അനുവാദം നൽകി വ്രതം പൂർത്തിയാക്കിയപ്പോ ചോദിച്ച വരം കൊടുത്തയച്ച തൃച്ചംബരത്ത് പത്മനാഭ മേനോന്റെ മകളാ അഖിലാണ്ടേശ്വരി. ആ രക്തമായിരിക്കുമല്ലോ അഖിലാണ്ടേശ്വരിയുടെ ശരീരത്തിൽ ഓടുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ടും കുടുംബ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ ഈ അടുക്കളക്കാരി ചോദിക്കുന്ന ഏത് വരവും അഖിലാണ്ടേശ്വരി കൊടുത്തിരിക്കും. അയ്യോ എന്റെ ആന്റി, അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. വെറും ഒരു അടുക്കളക്കാരി തൃച്ചംബരത്തെ മൂത്ത മരുമളാവെന്ന് വെച്ചാ സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്. അഖിലാണ്ടേശ്വരിയുടെ മൂത്ത മരുമളാകേണ്ട ഞാൻ ഇന്നൊരു അനാഥന്റെ ഭാര്യയായിട്ട് ജീവിക്കേണ്ടി വന്നതേ ഇവൾ ഒറ്റ ഒരുത്തി കാരണോ. ആന്റി, ഇവൾ ഈ വ്രതം പൂർത്തീകരിക്കരുത്. എന്ത് വില കൊടുത്തും ഈ വ്രതം മുടക്കണം. അതെ, അത് തന്നെയാണ് എന്റെയും ലക്ഷ്യം. ഇവളെ വ്രതം പൂർത്തിയാക്കാൻ സമ്മതിക്കരുത്. എന്ത് ചെയ്തിട്ടാണെങ്കിലും ഈ വ്രതം തടസ്സപ്പെടുത്തണം. വ്രതം മുടങ്ങി അവൾ ആത്മഹത്യ ചെയ്ത് എന്നേക്കുമായി ഒടുങ്ങണം. അതാണ് ഇനി നമ്മുടെ ലക്ഷ്യം. അതെ ആന്റി, അതെ. ഈ വ്രതം തടസ്സപ്പെടുത്താൻ ആന്റി എന്തെങ്കിലും ഐഡിയ കണ്ടെത്ത്. ഞാൻ കൂടെ നിൽക്കാം. അത് തന്നെയാ ഞാനിപ്പോ ആലോചിക്കുന്നത്. പക്ഷെ ഒന്നും അങ്ങോട്ട് തെളിയുന്നില്ല. നീയും ചിന്തിക്ക്, എന്തെങ്കിലും മാർഗം കിട്ടുന്നുണ്ടോന്ന്. അത് ഇങ്ങനെയൊന്നും നിന്ന് ആലോചിച്ചാലേ എനിക്ക് ഐഡിയ കിട്ടത്തില്ല ആന്റി. എന്തെങ്കിലും കഴിച്ചുകൊണ്ട് ആലോചിച്ചാലേ എന്റെ തലച്ചോറ് പ്രവർത്തിക്കൂ. കഷ്ടം. നിനക്കൊരു മാറ്റം ഇല്ലല്ലോടി. ശരി, എന്തെങ്കിലും പോയെടുത്ത് തിന്ന് ചെല്ല്. അതിനിടയിലേ ചിന്തിക്കാനൊന്നും നിക്കണ്ട, തൊണ്ടയില് കുരുങ്ങും. ഇങ്ങനെയും ഒരു ജന്മം.
സുജാതെ. ദാസേട്ടാ. മാഡം. മേഡം റൂമിലാ. ദാസേട്ടൻ വന്നാ അകത്തോട്ട് ചെല്ലാൻ പറഞ്ഞു. ശരി. മാഡം. ഞാൻ ദാസേട്ടനെ കാത്തിരിക്കുകയായിരുന്നു. വാസ്തവം എന്താണെന്ന് ദാസേട്ടൻ വേണം എന്നോട് പറയാൻ. തൃച്ചംബരത്തിന്റെ മാത്രം പാരമ്പര്യത്തിലുള്ള ഈ സത്യപ്രമാണ വ്രതത്തെക്കുറിച്ച് കല്യാണിക്ക് ആരാ പറഞ്ഞു കൊടുത്തത്? എങ്ങനെ അവൾ അറിഞ്ഞു ഇങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടെന്ന്? അത് മാഡം, കല്യാണി കുട്ടിയായിരിക്കുമ്പോ തന്നെ മാഡത്തിന്റെ അച്ഛൻ പത്മനാഭമേനോ സാറിന്റെ നന്മകളെയും തൃച്ചംബരത്തെ ആചാരങ്ങളെയും കുറിച്ചും ഞാൻ അവൾക്ക് കഥകളാക്കി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തില അന്ന് പത്മനാഭമേനോ സാറിന്റെ മരണത്തിന് കാരണമായ സത്യപ്രമാണ വ്രതത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തത്. പക്ഷെ സ്വപ്നത്തിൽ പോലും അന്ന് ഞാൻ പറഞ്ഞു കൊടുത്ത് ഓർത്തു വെച്ച് ഇവളിപ്പോ ഇങ്ങനെ ചെയ്യുന്നു ഞാൻ കരുതിയില്ല. എന്നോട് ക്ഷമിക്കണം മാഡം. സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞില്ലേ. ഇനിയിപ്പോ ക്ഷമ ചോദിക്കലിനും കൊടുക്കലിനും കാര്യമൊന്നുമില്ല. ഏതായാലും അത് പോട്ടെ. ഈ കല്യാണി മനസ്സിൽ ഇനിയും നിറവേറാത്ത എന്തെങ്കിലും ആഗ്രഹങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അവൾ അത്രമേൽ ആഗ്രഹിച്ച എന്തെങ്കിലും ദാസേട്ടൻ വേണ്ടാന്ന് തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ? അതൊന്നും ഓർത്ത് പറഞ്ഞാ നന്നായിരുന്നു. അച്ഛന് വലിയതിന്റെ ഓർമ്മയ്ക്ക് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെല്ലാം കത്തിച്ച് ചാമ്പലാക്കാം. പക്ഷേ ആ രൂപ ഈ മനസ്സിൽ പതിഞ്ഞു പോയതാ. അതച്ഛനെ കൊണ്ട് കത്തിച്ച് ചാമ്പലാക്കാൻ പറ്റുമോ? ദാസേട്ടൻ മറുപടിയൊന്നും പറഞ്ഞില്ല. അങ്ങനെയൊന്നും പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നില്ല മാഡം. അത് പറഞ്ഞു ഒഴിഞ്ഞാ പറ്റില്ല. ദാസേട്ടൻ നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. അവൾ എന്തെങ്കിലും കടുത്ത ആഗ്രഹം പറഞ്ഞിട്ടുണ്ടോന്ന്. ഉണ്ടാവാനാണ് ചാൻസ്. ദാസേട്ടൻ അതൊരു പക്ഷേ സ്വന്തം നിലയും പദവിയും നോക്കി തടഞ്ഞിട്ടും ഉണ്ടാവും. എന്റെ ഒരു സംശയം അങ്ങനെയാ. ഇല്ല മാഡം, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഒരിക്കലും സ്വന്തം നില മറന്ന് നടക്കുന്നവളല്ല കല്യാണി. ദാസേട്ടൻ കുട്ടിക്കാലത്ത് കഥയായി പറഞ്ഞുകൊടുത്ത സത്യപ്രമാണ വ്രതം ഇത്രയും നാൾ ഓർത്തു വെച്ചിട്ട് അവൾ അത് പുറത്തെടുക്കണമെന്നുണ്ടെങ്കിൽ അവളുടെ ഉള്ളിൽ എന്തോ ഒരാഗ്രഹം നിറവേറാതെ കിടപ്പുണ്ട്. അത് തീർച്ചയാ. ചെറുതല്ലാത്ത എന്തോ ഒന്ന്. ദാസേട്ടന് ആ ആഗ്രഹം നടത്തിക്കൊടുക്കാനാവില്ലെന്ന് കല്യാണിക്കറിയാം. സാധാരണ നിലയിൽ എന്നോട് ചോദിച്ചാലും നടക്കില്ലെന്നറിയാവുന്നതുകൊണ്ടാ അവൾ ഇങ്ങനെ ഒരു പരീക്ഷണം നടത്താമെന്ന് നിശ്ചയിച്ചത്. ക്ഷമിക്കണം മാഡം, കല്യാണിയുടെ മനസ്സിൽ എന്താണെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. അവളിങ്ങനെ ഒരു വെറുതെ എടുക്കുന്ന കാര്യവും ഞാൻ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. കയ്യും കാലും കെട്ടി മുറിയിൽ പൂട്ടിയിട്ടെങ്കിലും ഞാനത് തടഞ്ഞേനെ. അല്ലെങ്കിൽ ഇവിടെ നാട് കടത്തെങ്കിലും ചെയ്യായിരുന്നു. ഇതിപ്പോ എങ്ങനെയൊക്കെ ഇത് സംഭവിച്ചു പോയി. മാഡം എന്നോട് ക്ഷമിക്കണം. ശരി ശരി, ദാസേട്ടൻ ടെൻഷൻ അടിക്കണ്ട. എന്തായാലും വ്രതം തുടങ്ങിയില്ലേ, ഇനി ഇത് ഞാൻ നോക്കിക്കൊള്ളാം. ദാസേട്ടൻ പോയിക്കോ.
പൊയ്ക്കോളൂ, ഞാനല്ലേ പറഞ്ഞത്. തൃച്ചംബരത്തിന്റെ ഭൂതകാലത്തിൽ നിന്നും ഒരു കുടത്തിലെ ഭൂതത്തെയാ ദാസേട്ടൻ തുറന്നുവിട്ടത്. ഇനി അതിനെ തിരിച്ചടയ്ക്കാൻ ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ചെയ്യും ഞാൻ. എനിക്കല്പം ആലോചിക്കണം. ദാസേട്ടന് പോവാം. ചേച്ചി, ഇതിന്റെയൊക്കെ കാര്യം ഉണ്ടായിരുന്നോ? ചേച്ചി എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ചേച്ചി, ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? എനിക്കറിയാൻ കേൾക്കുന്നുണ്ടെന്ന്. ഏതായാലും ചേച്ചി വിഷമിക്കണ്ട. ചേച്ചി എന്താഗ്രഹം നേടാനാണോ ഈ വ്രതം എടുത്തത്, അത് ഉറപ്പായിട്ട് നേടും. അതിനുവേണ്ടി കൂടെ പ്രാർത്ഥിച്ച് ചേച്ചി വ്രതം എടുക്കുന്ന ഈ 3 ദിവസവും ഞാൻ ഇവിടെ കൂട്ടിരിക്കാന്നാ വിചാരിക്കുന്നേ. ചേച്ചിക്ക് വിരോധമൊന്നും ഇല്ലല്ലോ അല്ലേ? നീ എന്താ ഇവിടെ ഇരിക്കുന്നേ? അങ്ങോട്ട് വീട്ടിലേക്ക് പഠിക്കാനില്ലേ ഒരുപാട്? പഠിത്തമൊക്കെ പിന്നെ. ഇനി 3 ദിവസം ചേച്ചിക്ക് ഒരു കൂട്ടായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുക അച്ഛാ. കൊള്ളാം. എനിക്ക് ശാപമായിട്ട് പറഞ്ഞ അവൾക്ക് നീ കൂട്ടായിട്ട് ഇരിക്കാന്നോ? നടക്കണ അങ്ങോട്ട്. നടക്കാൻ പറഞ്ഞില്ലേ? അയ്യോ അച്ഛൻ, വിട്. വിടാൻ. അച്ഛൻ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇത് എന്റെ ചേച്ചിയല്ലേ? ചേച്ചി, ഇവള് കാണിച്ചു കൂട്ടുന്ന നെറുകേടുകൾക്ക് ദേഷ്യപ്പെടാതെ പിന്നെ പ്രശംസിക്കണോടാ ഞാൻ. എന്ത് നെറുകേട്? ചേച്ചി വ്രതം ഇരിക്കുന്നതിന് എന്താ അച്ഛാ കുഴപ്പം? കുഴപ്പമുണ്ട്. അവൾ എടുക്കുന്ന വ്രതമല്ല, പാല് തരുന്ന കൈക്ക് പത്തി വിരിച്ച് കൊത്താൻ പതുങ്ങിയിരിക്കുക. കാവി ചേലയും ചുറ്റി കണ്ണുടച്ച്. കൃത്രിമക്കാരി, കള്ളപ്പരിശ. നീ ഇവളുടെ നിഴലില് പോലും നിൽക്കാൻ പാടില്ല. പറഞ്ഞു കേട്ടില്ലേ? നടക്കണേ അങ്ങോട്ട്. എനിക്ക് ചേച്ചിക്ക് കൂട്ടായിട്ട് ഇവിടെ ഇരിക്കണം. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ഇവളുടെ വ്രതം നല്ല കാര്യത്തിന് എടുത്തിരുന്നെങ്കിൽ ഞാൻ തന്നെ നിന്നോട് പറഞ്ഞാനെ ചേച്ചിക്ക് കൂട്ടിയിരിക്കാൻ. പക്ഷെ ഇവളതല്ല. ആർക്കും ഒരു സൂചന പോലും നൽകാതെ തനി തോന്നിയവസായി കാണിച്ചു കൂട്ടുന്നേ. അതെങ്ങനെയാ? മനസ്സിൽ നല്ലതും വല്ലതും ചിന്തിച്ചാലല്ലേ? ഇരിക്കുന്ന കൊമ്പ വെട്ടുന്നറിയാത്ത ശാപം കിട്ടിയ ജന്മ. ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്തോള്. ഇതിന്റെ ഫലം സ്വയം അനുഭവിച്ചേ ചാവൂ. ഇപ്പൊ കണ്ണടച്ചിരിക്കുന്നില്ലേ? ഒരിക്കൽ ദൈവമായിട്ട് ഇവളുടെ കണ്ണ് താനേ തുറപ്പിച്ചോളൂ. അപ്പൊ മനസ്സിലാവും താൻ ചെയ്യുന്ന തെറ്റെന്താണെന്ന്. നടക്കണ അങ്ങോട്ട്. കൂട്ടിരിക്കാൻ വന്നിരിക്കുന്നു. നടക്കണ. എന്താ കാണിക്കുന്നേ?